ഹലോ, എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സുഖിയൻ റെസിപ്പിയാണ് ഇവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സുഖിയൻ എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്നാക്സ് ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ സുഖിയൻ, ഈ ഹെൽത്തി റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറുപയർ, നമ്മുടെ പച്ച ചെറുപയറില്ലേ, അത് ഏകദേശം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് എടുത്തിട്ട് നന്നായി കഴുകി കുക്കറിലിട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഒരു 4 വിസിലിന് നമ്മൾ വെയിറ്റ് ചെയ്യാം. അത് നന്നായി വെന്തുടഞ്ഞ് നന്നായിട്ട് കടിക്കാൻ പാകത്ത് നന്നായി വെന്തുടഞ്ഞ് വരുന്നവരെ വിസിൽ വേണമെന്ന് അർത്ഥം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു അരമുറി തേങ്ങ ചിരകി അത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരക്കിയതും പയറും കൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെല്ലം പാവ് കാച്ചിയത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ, ഇനിയും മധുരം വേണമെങ്കിൽ എക്സ്ട്രാ ഗ്ലാസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 ഗ്ലാസ് പാനിയുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായി മിക്സ് ചെയ്ത് കുറച്ച് തണിയാൻ വേണ്ടി വെക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. അതേസമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആ ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടി ഏകദേശം 1 കപ്പ് മൈദപ്പൊടിയും അതിലേക്ക് 3/4 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ആക്കാം. ആദ്യം റഫ് മിക്സ് ചെയ്യുക, അതായത് വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്യുക. ഇനി അതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായി ഒരു കട്ട പോലും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് വന്നിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ. ഇനി നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ബെല്ലം ചെറുപയർ കൂട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ കയ്യിൽ ചെറിയൊരു ഉരുളി എടുത്ത് നന്നായി ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചെറുതായിട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കയ്യിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് ഉരുട്ടിയെടുത്ത ശേഷം ഈ വീഡിയോ കാണിച്ച പോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററില്ലേ, അത് മൈദയും അരിപ്പൊടിയും കൊണ്ടുള്ള ആ ബാറ്റർ, അതിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിട്ട് പൊരിക്കാം. അപ്പോൾ അതിന് ഉൾപ്പെട്ട് ഏകദേശം എല്ലാ ഉണ്ടയും പ്ലേറ്റിൽ തയ്യാറാക്കി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാ ചെറുപയറിൻ്റെ ഉണ്ടയും പ്ലേറ്റിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ ഉണ്ടയും ഈ ബാറ്ററിൽ ഈ കൂട്ടിൽ മുക്കിയെടുത്തിട്ട് നമുക്കിങ്ങനെ നല്ലോണം ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഈ വീഡിയോ കാണിച്ച പോലെ എല്ലാ സുഖിയനും ഇതുപോലെ പൊരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യാനുസരണം ഇത് മറിച്ചിടുക, ഇളക്കി കൊടുക്കുകയോ ചെയ്യാം. എന്നാൽ മാത്രമേ മറ്റ് സൈഡ് കൂടെ വെന്ത് കിട്ടുകയുള്ളൂ, ആവശ്യത്തിന് വെന്ത് കിട്ടുകയുള്ളൂ. സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ട് കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുഞ്ഞിൽ തൊട്ട് വലിയ എല്ലാവർക്കും നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. ഷുഗറിൻ്റെയോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കമൻറ്റ്സ് പറയണേ. താങ്ക് യു.